നമസ്കാരം. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ഭഗവാനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുവാൻ സാധിക്കും. ഭഗവാൻ നിങ്ങളിലേക്ക് നൽകുന്ന ചില സൂചനകൾ അല്ലെങ്കിൽ ചില തിരിച്ചറിവുകളാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. ഓം നമോ നാരായണായ എന്നോ ഓം ക്ലീം കൃഷ്ണായ നമ എന്നോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. ഒരുപാട് വേദനിക്കുന്ന വിഷമങ്ങൾ നിറഞ്ഞിരിക്കുന്നതായ ഒരു അവസ്ഥയിലൂടെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാകാം നിങ്ങൾ. സ്വന്തം നിലനിൽപ്പ് തന്നെ ഭീഷണി സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും നിങ്ങൾക്കുണ്ടാകാം. സാമ്പത്തിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഓർമ്മകൾ പോലും വിഷമിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരാം. തീരുമാനങ്ങൾ ആലോചിച്ച് എടുക്കാൻ പോകുന്നതായ സാഹചര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്ന വ്യക്തികളുടെ എനർജി കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളിലും ഒരു പുനർചിന്തനം ആവശ്യമാണ് എന്ന ആലോചന നിങ്ങൾക്കും അത്തരം ചില സാഹചര്യങ്ങളും വന്നു ചേരാം. നഷ്ടസാധ്യത, പ്രഷർ തുടങ്ങിയ കാര്യങ്ങൾ മൂലം തീരുമാനങ്ങൾ കൃത്യമായി എടുക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ, ചതി സംഭവിക്കാനുള്ള സാധ്യതകൾ പോലും ഈ സമയം കൂടുതലാണ് എന്നതാണ് വാസ്തവം. വിശ്വസ്തരായ വ്യക്തികളായി ബന്ധപ്പെട്ടും ചില വിഷമതകൾ നേരിടേണ്ടതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കടന്ന് വന്നിട്ടുള്ള വ്യക്തികൾ കൂടിയാകാം നിങ്ങൾ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ പലപ്പോഴും കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നത് ചെയ്യേണ്ടതായ കാര്യമാണ്. കണ്ണടച്ച് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ദോഷകരമായി തീരും. ചുറ്റുമുള്ളവർ ചതിക്കുവാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതലാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് വേണം. നീതി ലഭിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങളെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ അത് പല വ്യക്തികൾക്കുമുണ്ട് എങ്കിലും അത് മാറുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ നന്മ മറ്റുള്ളവർ തിരിച്ചറിയുന്ന സാഹചര്യമുണ്ട്. ചതിയുടെ മുഖം മൂടി പൊളിയുന്നതായ സാഹചര്യമുണ്ട് എന്നും നിങ്ങളെ പിന്തുണയ്ക്കുവാൻ ആളുകൾ വന്ന് ചേരുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. നിങ്ങളെ വല്ലാതെ പല കാര്യങ്ങളിലും ഫോഴ്സ് ചെയ്യുന്നതായ ചില വ്യക്തികളുണ്ടാകാം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം, അത് നിങ്ങൾക്ക് ദോഷമാകും അല്ലെങ്കിൽ സംശയമുള്ള കാര്യങ്ങളാകാം. ഇത്തരം ചില കാര്യങ്ങളിൽ ചിലർ ഫോഴ്സ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത്തരം വ്യക്തികളെ തീർച്ചയായും നിങ്ങൾ മാറ്റി നിർത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. മറ്റുള്ളവർക്ക് അമിതമായി സമയം നൽകാതിരിക്കുക എന്ന കാര്യവും ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ്. സഹായിച്ചാൽ പോലും പഴി കേൾക്കുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. സ്വന്തം കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകേണ്ടതായ സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളെ ചതിക്കാൻ വരുന്നവരെ പോലും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും അകലം പാലിക്കേണ്ടതായ സാഹചര്യമുണ്ട്. അത് നിങ്ങൾക്ക് ബോധ്യമാകുന്ന അവസരങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും ഒരു സംരക്ഷണ വലയം നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതുമാണ്. സാമ്പത്തികപരമായി വളരെയധികം തകർന്നിട്ടുള്ളതായ അവസ്ഥയാണ് എങ്കിൽ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ചേരാം. അവസരങ്ങൾ തന്നെ കൃത്യമായി വന്ന് ചേരാവുന്നതാണ്. തൊഴിൽപരമായ അവസരങ്ങളും വന്നു ചേരാം. ജീവിതം മാറുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പ്രാർത്ഥന സഫലമാകുന്ന സാഹചര്യങ്ങളുണ്ട്. ലക്ഷ്യം ലഭിക്കുവാൻ അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സമയമായി എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങളാണ് വന്നു ചേരുക. റിലേഷൻഷിപ്പിൽ പലവിധ മാറ്റങ്ങൾ വന്ന് ചേരുന്ന സാഹചര്യമുണ്ട്. ബന്ധം കൂടുതൽ ദൃഢമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ജീവിതത്തിൽ ഒരു കൺഫ്യൂഷൻ അനുഭവിക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. എന്ത് വിശ്വസിക്കണം എന്നറിയാതെ പോലും നിൽക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ടാകാം. ക്ലാരിറ്റി പല കാര്യങ്ങളിലും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ കടന്നു വരാം. ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് വന്നു ചേരാം. എപ്രകാരം മുന്നോട്ട് പോകണം എന്ന് പോലും തീരുമാനിക്കുവാൻ സാധിക്കുന്ന
അവസരങ്ങളാണ് വന്നു ചേരുക. അർഹമായ നേട്ടങ്ങൾ, വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. സ്നേഹം നിങ്ങളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും സ്ട്രക്കായ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരാം. ചിന്താഗതിയിൽ മാറ്റങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും സ്വയം മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ് എന്ന ബോധ്യമുണ്ട്. പല കാര്യങ്ങളിലും ഇമോഷണലായ സൈഡ് മാറ്റിവെച്ച് ബുദ്ധിപൂർവം ചിന്തിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും സ്വന്തം കഴിവിനാൽ ഉയർച്ച നേടുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏത് പ്രശ്നത്തെയും അതിജീവിച്ചവർ തന്നെയാണ് നിങ്ങൾ. ഈ സമയം ഓവർ തിങ്കിങ് മാറ്റിവെക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും അനുകൂലമായി തീരാം. ധ്യാനം, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം. തൊഴിൽപരമായ വളർച്ച നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിഷമങ്ങൾ അനുഭവിക്കുന്നവരാകാം. സ്വന്തം തീരുമാനങ്ങൾ കൃത്യമായി എടുക്കുവാനും മനസ്സിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം രഹസ്യങ്ങൾ പലതും പുറത്ത് പറയാതിരിക്കുക എന്ന കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടികൾക്ക് കാരണമായി തീരും. ശ്രദ്ധിച്ചു തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. നിങ്ങളിൽ പലരും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാകാം. ഇത്രയും നാളത്തെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ഏറെയാണ്. ഈ സമയം തീർച്ചയായും പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓപ്പൺ ആകുന്ന സമയമാണ്. പ്രധാനമായും പല അവസരങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അർഹമായ നീതി, അതായത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന എന്നാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ചില കാര്യങ്ങളിൽ അർഹമായ അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു എന്ന് വരാം. നെഗറ്റീവായ ചിന്തകൾ തന്നെ പലപ്പോഴും നിങ്ങളുടെ ജീവിതം തകർക്കുന്നതായ സാഹചര്യമുണ്ട്. അതിലൊരു മാറ്റം വന്നു ചേരാം. നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നവരിൽ നിന്നും മാറി നിൽക്കുവാനും അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അപ്രതീക്ഷിതമായ സന്തോഷം, അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനായി പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന അവസരങ്ങൾ മാത്രമല്ല, മനസ്സിൽ ചിന്തിച്ച് കൂട്ടിയിരിക്കുന്നതായ ചില കാര്യങ്ങൾ തെറ്റായിരുന്നു എന്ന ബോധ്യം വന്നു ചേരുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സത്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ പല വ്യക്തികളോടും ഇത്തരത്തിൽ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരാം. നിങ്ങളെ വല്ലാതെ, അതായത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വ്യക്തികളുണ്ടാകാം. അത്തരം വ്യക്തികളെ നിങ്ങൾ കൂടുതലായും മനസ്സിലാക്കേണ്ട സാഹചര്യമുണ്ട്. ഫാമിലിയുമായി കൂടുതൽ അടുപ്പം നിങ്ങൾക്ക് പുലർത്തുവാൻ സാധിക്കും. ജീവിതത്തിൽ എന്ത് മാറ്റം വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്നാൽ ചില വ്യക്തികൾക്ക് അനാവശ്യമായ ഈഗോ നിങ്ങളോടുണ്ടാകാം. മറ്റുള്ളവർക്ക് മുമ്പിൽ പലപ്പോഴും താഴാതിരിക്കണം എന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ദുർവാശി നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുന്നു എന്നതും വാസ്തവമാണ്. സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നു എങ്കിൽ പോലും അത് നിലനിൽക്കാത്തതായ സാഹചര്യമുണ്ട്. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടി തിരിച്ചടികൾ പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്നു. ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ പോലും എടുക്കുവാൻ സാധിക്കാതെ വിഷമങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാകാം നിങ്ങൾ. അതിൽ നിന്നും ഒരു മാറ്റം കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും അകലം പാലിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സംരക്ഷണം, ഭഗവാന്റെ സംരക്ഷണം നിങ്ങളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും അത് ബോധ്യപ്പെടുന്ന സമയമാണ്. ആരാണ് നിങ്ങളുടെ ശത്രുക്കൾ എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാനും അവരെ നിങ്ങൾക്ക് തീർച്ചയായും അകറ്റി നിർത്തുവാനോ ശ്രദ്ധ പുലർത്തുവാനോ ഈ കാര്യങ്ങളിലൂടെ, ഈ സൂചനകളിലൂടെ മനസ്സിലാകും എന്നതാണ് വാസ്തവം. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക.